നിങ്ങൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ സാർ എവിടെ താമസിക്കുന്നത്, സാർ താങ്കൾ എവിടത്തുകാരനാണ്, സാർ താങ്കൾ എവിടെ താമസിക്കുന്നത്, അല്ലെ മേഡം താങ്കൾ എവിടെ താമസിക്കുന്നത്, ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതൊക്കെ വളരെ എല്ലാവർക്കും അറിയാവുന്ന മാറ്റർ ആയിരിക്കാം. പക്ഷേ ചിലർക്കൊക്കെ അറിയാത്തവരുണ്ടാവുമല്ലോ. അവരെ ഒന്ന് ഈ ഹിന്ദി ഭാഷയിലെ സീറോയിലുള്ളവരെ മോട്ടിവേഷൻ ചെയ്ത് മേലോട്ട് കൊണ്ടുപോയി ആവശ്യമെങ്കിൽ അവർക്കൊരു കോഴ്സിലൂടെ അഡ്മിറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന സ്റ്റൈലാണ് ഹിന്ദി യൂണി ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ എല്ലാ ആഴ്ചയിലും പുതിയ കോഴ്സ് ഉണ്ട്, നിങ്ങൾക്കത് ചേരാട്ടോ. കൂടെ ഞാൻ പറയാം. അപ്പോൾ ആദ്യമായിട്ട് താമസിക്കുക, അതിനെന്താ പറയുക? ആപ് കഹാ രഹ്തേ ഹേ ജനാബ്, മേഡം ആപ് കഹാ രഹ്തീ ഹേ. അപ്പോൾ ഞാൻ പറയാമല്ലോ, സ്ത്രീകളോട് പറയുമ്പോൾ രഹ്തീ ഹേ എന്ന് പറയാം, പുരുഷനോട് പറയുമ്പോൾ രഹ്താ ഹേ എന്ന് പറയാം. മേ ദില്ലി മേ രഹ്താ ഹും, മേ ദുബായ് മേ രഹ്താ ഹും എന്ന് പറയാം. ഓക്കെ, ഞാൻ ദുബായിലാണ് താമസിക്കുന്നത്. ഓക്കെ, അപ്പോൾ രഹ്ന താമസിക്കുക. आप कहाँ रहते हैं? मैं दुबई में रहता हूँ. अब ഞാൻ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയും मैं हूँ सईद, मैं एक टीचर हूँ, मैं अभी दिल्ली में रहता हूँ, मैं दुबई में रहता हूँ. ഇങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ ആണോ? അത് ലേഡീസ് പറയുമ്പോൾ രഹ്തി ഹും എന്ന് പറയേണ്ടത് പിന്നെ സ്വാഭാവികമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് ഇതിൽ പറയാനുള്ളത്, രഹ്ന എന്ന് പറയുന്നൊരു പദം ഉണ്ടല്ലോ, അത് ഇതേപോലെ വ്യത്യസ്തമായ തുറയിലേക്ക് പോകുന്നൊരു പദം കൂടിയാണ്. താമസിക്കുക എന്നത് അതിൻ്റെ ഒരു മീനിങ് ആണ്. വെക്കുക, എടുക്കുന്നൊക്കെ അർത്ഥം ഉണ്ടായിരുന്നു. ഉദർ രഹ്നേദോ എന്ന് പറയും. ഇപ്പം നിങ്ങൾ ക്യാഷ് എടുത്ത് കൈ തന്നു, നിന്നെ ആപ്കാ പാസ് രഹ്നേദോ, ആപ്കാ പാസ് രഹ്നേദോ, നിങ്ങളുടെ അടുത്ത് നിന്നോട്ടെ എന്ന അർത്ഥത്തിനും ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. ആപ്കാ പാസ് രഹ്നേദോ, ക്യാ രഹാ. ഇപ്പം നമ്മൾ പറയാം ഹോ രഹാ ഹേ എന്നൊക്കെ പറയുമല്ലോ, അതൊരു രഹാ രഹ്ന രഹ്താഹും, കൈസ രഹ, ഇങ്ങനെ കുറേ രഹയുടെ വ്യത്യാസമായുണ്ട്. ആവുന്നു, എന്താണ്, അവിടെ നിൽക്കുന്നു, അവിടെ താമസിക്കുന്നു, ഇങ്ങനെ വ്യത്യസ്തമായ മീനിങ്ങിലേക്ക് പോകുന്ന ഒരു പ്രവിശാലമായ ഒരു അർത്ഥമാണ് ഇതിനുള്ളത്. അത് നമുക്ക് പിന്നീട് വിശദീകരിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന അർത്ഥത്തിന് എന്ത് പറയണം? ഇപ്പം പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ മകൻ എവിടെ താമസിക്കുന്നത്? ആപ്കാ ബേട്ട കഹാ രഹ്തേ ഹേ, ബേട്ട കഹാ രഹ്താ ഹേ. ബഹുമാനിക്കുന്ന ആളുകളോ രഹ്തേ ഹേ. നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന ലേഡിയായാലും ജൻസ രഹ്തേ ഹേ. ലേഡീസിനെ കുറിച്ച് പറയുമ്പോൾ രഹ്തീ ഹേ, നമ്മളെക്കുറിച്ച് പറയുമ്പോൾ രഹ്താഹും എന്ന് പറയും. ഈ ഒരു ജനറൽ മാറ്റർ നിങ്ങൾ എല്ലായിടത്തും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദി ഭാഷ ഹിന്ദിക്കാരെ പോലെ പഠിക്കാൻ വീണ്ടും ഹിന്ദി യൂണിയെ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കണ്ട.